ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള പഴയ ലൈസൻസ് മാറ്റി PVC കാർഡ് രൂപത്തിൽ ആക്കി മാറ്റി ലഭിക്കുന്നതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇത് 2-3 ഘട്ടങ്ങളായിട്ടുള്ള പ്രോസസ്സാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് താഴെ പറയുന്ന ഡോക്യുമെൻറ്റ്സുകൾ ആവശ്യമാണ്. അതായത് നമ്മുടെ ലൈസൻസിൻ്റെ 2 സൈഡും ഒരു പേജിൽ കോപ്പി എടുത്ത് അത് നമ്മൾ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. പിന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് കൂടാതെ നമ്മുടെ സിഗ്നേച്ചറിൻ്റെ കോപ്പിയും എടുത്ത് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനു വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിലെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് പരിവാഹൻ സൈറ്റ് സെർച്ച് ചെയ്യുന്നു. അതിൽ ഈ ആദ്യം കാണുന്ന പരിവാഹൻ.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഇവിടെ വന്നിട്ട് ഓൺലൈൻ സർവീസസ് എന്നതിൽ വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. ഞാൻ കേരള സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിലുള്ള ഓപ്ഷനുകളാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കണം, അതേപോലെ നമ്മുടെ അഡ്രസ്സ് മാറ്റണം, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ സ്കിപ്പ് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ കാണുന്ന DL സർവീസസ് റീപ്ലേസ് ഓഫ് DL/others എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതും ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ ക്യാപ്ച അത് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇവിടെ ലൈസൻസ് നമ്പർ, അതേപോലെ നമ്മുടെ ഫോട്ടോ, ബ്ലഡ് ഗ്രൂപ്പ്, ഫാദർ നെയിം, അതേപോലെ എല്ലാം കാണിക്കുന്നതായിരിക്കും. താഴെ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, കൺഫേം ദാറ്റ് എബവ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ മൈൻ. അത് നിങ്ങളുടേത് തന്നെയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ സെലക്ട് എന്നതിൽ വന്നിട്ട് യെസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഓൾറെഡി സ്റ്റേറ്റ് കേരള സെലക്റ്റഡ് ആണ്. RTO ഓഫീസ് എവിടെയാണോ നിങ്ങളുടെ RTO ഓഫീസ് അത് സെലക്ട് ചെയ്യുക. അതും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്നത് കൊടുക്കുക. ഇതുപോലെ വിൻഡോ വരുമ്പോൾ ഓക്കെ കൊടുക്കുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. ഞാൻ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇമെയിൽ ID കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, കേരള.
ഇവിടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, ഇവിടെ താലൂക്ക്, ഇവിടെ വില്ലേജ്, ടൗൺ അതും സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക. അതെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്കൊരു OTP വരുന്നതായിരിക്കും. അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ജനറേറ്റ് OTP എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓതൻറ്റിക്കേറ്റ് വിത്ത് സാരഥി എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് നമുക്ക് ഇതാണ്, അതായത് റീപ്ലേസ്മെൻറ്റ് ഓഫ് DL, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റീപ്ലേസ് ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ പഴയ ലൈസൻസ് പുതിയത് കാർഡ് രൂപത്തിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിവിടെ സെലക്ട് ചെയ്യുക, റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ്. അത് സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഫിൽ ചെയ്യാനുണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ആദ്യത്തേത് നോ എന്നും രണ്ടാമത്തേത് യെസ് എന്നും ബാക്കിയെല്ലാം നോ എന്നുമാണ് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് റീഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും അസുഖം, അതേപോലെ എന്തെങ്കിലും കാഴ്ചക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നെല്ലാമുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് ഓരോന്നായി റീഡ് ചെയ്ത് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്ന ഇത് ഇവിടെ ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൽഫ് ഡിക്ലറേഷൻ ആസ് ടു ഫിസിക്കൽ ഫിറ്റ്നസ് ആസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഞാൻ ബാക്ക് പോകുന്നു. ഇനി അതിനുശേഷം ഇവിടെ ഇതെല്ലാം ടിക്ക് ചെയ്ത് ഓരോന്നും ടിക്ക് ചെയ്യുക. ഈ ലാസ്റ്റ് കാണുന്നത് ഐ ആം വില്ലിംഗ് ടു ഡൊണേറ്റ് മൈ ഓർഗൻസ് ഇൻ കേസ് ഓഫ് ആക്സിഡൻ്റൽ ഡെത്ത്, അതായത് നമ്മുടെ ഓർഗനുകൾ ഡൊണേറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നോയിൽ തന്നെ വെച്ചതിന് ശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് വീണ്ടും സബ്മിറ്റ് കൊടുക്കണം. സബ്മിറ്റ് കൊടുക്കുന്നു, ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കൺഗ്രാറ്റുലേഷൻ യുവർ ആപ്ലിക്കേഷൻ ആസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഞാനിതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നു. സേവ് ചെയ്ത് വെക്കാം. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എല്ലാം വീണ്ടും നമ്മുടെ പ്രോസസ്സ് തുടരുന്നതിന് ആവശ്യമുണ്ടാവും. ഓക്കെ, ആ നമ്പർ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി അതിനുശേഷം ഇവിടെ താഴെ വന്നതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നുണ്ട്. വീണ്ടും ക്യാപ്ച ടൈപ്പ് ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്ന് അപ്ലോഡ് ചെയ്യണം. നമ്മുടെ ഫോട്ടോ,
നമ്മുടെ ലൈസൻസ് സ്കാൻ ചെയ്ത കോപ്പി, അതേപോലെ ഫീ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി. നമുക്ക് ഒന്നൊന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ ലൈസൻസിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം. ഞാനിവിടെ ഇത് ഓൾറെഡി സെലക്റ്റഡ് ആണ്. പ്രൊസീഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന വിൻഡോയിൽ ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഡോക്യുമെൻ്റ്? ഡ്രൈവിംഗ് ലൈസൻസ്. ഇവിടെയും ഡ്രൈവിംഗ് ലൈസൻസ്. ഡോക്യുമെൻ്റ് നമ്പർ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ലൈസൻസിൻ്റെ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ. അതിനുശേഷം ചൂസ് ഫയൽ, നമ്മുടെ ലൈസൻസ് എവിടെയാണോ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യാം. അത് ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. ഞാൻ അപ്ലോഡ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺഫേം ചോദിക്കുന്നുണ്ട്. ഞാൻ കൺഫേം കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്രൈവിംഗ് ലൈസൻസ് അത് ഇവിടെ സേവ്ഡ് ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കൊടുക്കുക. ഇനി വീണ്ടും അതേപോലെ തന്നെ ക്യാപ്ച ടൈപ്പ് ചെയ്യണം. വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ലൈസൻസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ പ്രൊസീഡ് കൊടുക്കുന്നു. അതിനുശേഷം ഫോട്ടോ ഇതേപോലെ ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഫോട്ടോയുടെ എല്ലാം സൈസ് എങ്ങനെയായിരിക്കണം എന്ന് ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയുടെയും സിഗ്നേച്ചറും സ്പെസിഫിക്കേഷൻസ് ഓഫ് സ്കാൻഡ് ഫോട്ടോസ് ആൻഡ് സിഗ്നേച്ചർ, അത് എങ്ങനെയായിരിക്കണമെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോയും സിഗ്നേച്ചറും. ഇനി ഫോട്ടോ ഈ സൈസ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കുന്ന വീഡിയോ, എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള സൈസ് ആക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫോട്ടോ ബ്രൗസ് ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോ ഇതുപോലെ ബ്രൗസ് ചെയ്ത് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം സിഗ്നേച്ചർ, ഫോട്ടോക്ക് ശേഷം സിഗ്നേച്ചറും ഇതുപോലെ ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടും അപ്ലോഡ് ആയി കഴിഞ്ഞു. അപ്ലോഡ് ഇല്ല, രണ്ടും സെലക്ട് ആയി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഇതുപോലെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അത് താഴെ വന്നിട്ട് നിങ്ങൾക്ക് സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് കൊടുക്കുക. ഇനി വീണ്ടും ഇവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്യണം. സബ്മിറ്റ് കൊടുക്കുന്നു. ഇനി നമുക്കുള്ളത് ഫീ പേയ്മെൻ്റ് ആണ്. അതായത് ഫീ കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഞാൻ അതിനു വേണ്ടി ഇവിടെ പ്രൊസീഡ് കൊടുക്കുന്നു. ഇതിൻ്റെ ഫീ വരുന്നത് 245 രൂപയാണ്. 200 രൂപ ഇതിൻ്റെ ചാർജും 45 രൂപ നമുക്ക് നമ്മുടെ ലൈസൻസ് പോസ്റ്റലിൽ അയക്കുന്നതിനുള്ള ചാർജാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഗേറ്റ്വേ, അതായത് സെലക്ട് ചെയ്ത് കേരള ന്യൂ ഇ ട്രഷറി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പേ നൗ എന്നത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഈ പേജിൽ കാണിക്കുന്നതായിരിക്കും. ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് നടത്തുക.
ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ആയിട്ട് നടത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വെക്കാം, സേവ് ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും 245 രൂപ പേ ചെയ്ത് കഴിഞ്ഞു. അത് സേവ് ചെയ്ത് വെക്കാം. അതിനുശേഷം ബാക്ക് അടിക്കുന്നു, ഹോമിൽ പോകുന്നു. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്കെല്ലാം ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.